അത് എന്റെ മൈൻഡിലുള്ള സ്റ്റോറിയിൽ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ചായിട്ട് പ്രോഗ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് നസ്ലനും അല്ലെങ്കിൽ സന്ദീപനെയാണ് ബേസിക് ആയിട്ട് മൈൻഡിലുള്ള ഒരു കാസ്റ്റ് ചെയ്യണമെന്നാണ്. അത് ഫുൾ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോ ഉള്ളു കേട്ടോ. 12 വർഷം എന്ന് പറയണു. അതിന് വേണ്ടിട്ട് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക. വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക് പോവാല്ലേ. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം പോയി തിരിച്ച്. എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ സ്റ്റിക്ക് ഔട്ട് ചെയ്യേണ്ടത്? മേ ബി അവരൊക്കെ എന്റെ അടുത്തൊരു ഹോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ നീ എങ്ങനെ പോയാലും വിടാൻ പോണില്ല എന്നുള്ളത് അവർ ഇപ്പോഴും പറയാറുണ്ട്. മേ ബി ഞാൻ 12 വർഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാസ്റ്റിംഗ് കോളിന് അറ്റൻഡ് ചെയ്തത് 12 വർഷം മുന്നേ. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുന്നതിൽ ഹാപ്പിയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ സന്തോഷം. ബോണസാണ്. ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ മറ്റേ തിലകമാവാൻ പറ്റില്ല, പക്ഷെ കലയിലുണ്ടായിരുന്നു. തിലകമായിട്ടില്ല. +2 പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ടൊരു ഡ്രാമയില് എന്റെ അടുത്ത് വന്ന് ക്ലാസ്സിലും ചോദിച്ചു ഡ്രാമയിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കെമിസ്ട്രിയുടെ സംതിങ് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈവക്കാൻ വേണ്ടിട്ട് ഞാൻ 10-15 പ്രാവശ്യം മനസ്സിലിങ്ങനെ പൊക്കണം. ഒരു പിറ്റേ ദിവസം ഒരവസരം കിട്ടിയപ്പോഴാണ് പൊക്കിയത്. ഒരു ദിവസം എടുത്ത് എനിക്ക് അന്ന് കൈവക്കാനായിട്ട്. ആ ഡ്രാമയിൽ ഞാൻ മാത്രം ഡയലോഗ് തെറ്റിച്ചു. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഇമോഷൻ ഏതാ ശരിക്കും? ദേഷ്യമായിരിക്കും. ഒന്ന് ദേഷ്യപ്പെടും. മാതിരി ക്വസ്റ്റ്യൻസ് കുറച്ച് നേരത്തെ തന്നിട്ട് ബിൽഡപ്പ് റൈറ്റർ എന്ന നിലയിൽ ഒബ്സർവേഷൻ കൂടെ ഉണ്ടാവില്ലേ? ഇപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി നമ്മളത് ബിൽഡ് ചെയ്തു വരുന്നതിനപ്പുറം ഒബ്സർവേഷൻ ഉണ്ട്. എന്റെ ഒബ്സർവേഷൻ ലൈൻ എനിക്ക് തോന്നുന്നു, എന്റെ ഒബ്സർവേഷൻ എനിക്ക് പലരുടെയും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ നോക്കും, പക്ഷെ ഞാൻ എല്ലാവരെയും നോക്കാറില്ല. എനിക്കൊരു പെർട്ടിക്കുലർ എനർജിക്ക് മീതെ വന്നാൽ മാത്രമേ എന്റെ ശ്രദ്ധയിൽപ്പെടാറുള്ളൂ. ബേസിക് ആയിട്ട് ഒരു മേ ബി നമ്മൾ പണ്ടി മറ്റേ കിണറ്റിലിടുന്ന ഒരു സാധനല്ലേ, ചില കളിപ്പാട്ടങ്ങൾ എടുക്കാൻ വേണ്ടി, അതുപോലെ എന്റെ ഹുക്കുകൾ മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതിലേക്ക് വന്ന് കൊളത്തി കഴിഞ്ഞാൽ ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കും. അല്ലാത്ത പക്ഷം ഞാനത് നോർമലായിട്ട് വിഡ ചെയ്യാറുള്ളൂ. നമ്മുടെ മൈൻഡിൽ ചില സിറ്റുവേഷനിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുമല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സ്പോഷറുള്ള സാധനങ്ങൾക്കാണ് കുറച്ച് ഫോക്കസ് കൊടുക്കാറുള്ളൂ തോന്നുന്നു. എനിക്ക് മനസ്സിലായതാണ്. 17ാമത്തെ വയസ്സ് തൊട്ടിട്ട് പണി ചെയ്തോ നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ജോലി നിൻ്റെതായിട്ടുള്ള കാറ്ററിങ്ങിനൊക്കെ പോവുകയാണെന്നൊക്കെ അത് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസി ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേ ബി പണ്ട് തൊട്ടിട്ട്. മേ ബി അതൊരു ഗുണമായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ. ഞാൻ അന്ന് 18ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതുവരെയായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്ടിരുന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഒരു മന്ത്ലി ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. വളരെ കുറച്ച് കാലഘട്ടത്തിൽ മാത്രമാണ് ജോലി ഇല്ലാണ്ടൊക്കെ ഇരുന്നിട്ടില്ല, എന്തെങ്കിലും ജോലി ചെയ്യും. ഇപ്പൊ ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടൊക്കെ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭ്രാന്തായിരുന്നു ഈ യൂട്യൂബൊക്കെ ഉള്ള സമയത്തൊക്കെ. ടേക്ക് എടുക്കുന്നാരാ? മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ കിട്ടു. എവിടെ പോവും? അത് ആര്യാവും, പിന്നെ ക്യാരക്ടറിലേക്ക് വരും, പിന്നെ ആര്യാവും. ആദ്യം വന്ന സമയത്തെ ആദ്യം ചെയ്യുന്ന റീൽ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആദ്യം ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഒരു ചായക്കടയിൽ വേണ്ടി ചായ പിടിക്കുന്നതായിരുന്നു. ഇത്രയും ആൾക്കാരെ മുന്നിൽ പോയിട്ട് ചായ പിടിച്ചിട്ട് ഇയാള് എന്റെ നേരെ കൊണ്ടേ ക്യാമറ ഞാൻ പറഞ്ഞ അത് എടുത്തില്ലല്ലോ, നിങ്ങൾ ചെയ്ത് കാണിച്ചാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ആളുടെ ഷോട്ട് എടുത്തിട്ടാണ് പിന്നെ എന്റെ എടുത്തത്. ഏറ്റവും കൂടുതൽ ടേക്ക് എത്ര പോയിട്ടുണ്ട്? 37. എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ് ഡയലോഗ്. എന്റെ ബോയ് ഫ്രണ്ടിന് OCD ആണ്. ഇതായിരുന്നു OCD എന്നിട്ടൊരു സാധനം ചെയ്തതിന്റെ ഒരു ചെറിയ സാധനമായിരുന്നു. അവനെന്താ പറഞ്ഞേ? അതെന്താ എന്നെ കുറിച്ച് പറഞ്ഞേ? ആ സാധനം അത് 37. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ പറയുന്നില്ല, ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 37 പ്രാവശ്യം പോയി. ക്യാമറ ഓൺ ആക്കായിരുന്നു, അങ്ങനെയായിരുന്നു 37 ആവില്ലായിരുന്നു. വെറുതെ ക്യാമറ ഓൺ ആക്കണ്ടേ? ക്യാമറ ഓൺ ആക്കിട്ട് അയ്യോ അതെനിക്ക് വരാറുണ്ട് പെട്ടെന്ന്. ചെറുതായിരിക്കും പക്ഷെ നമുക്ക് ടെൻഷനാവും. അതാണ്. പക്ഷെ വലിയ സാധനങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയും. അങ്ങനെയാണെങ്കിലേ ഡയലോഗ് എത്ര വലുത് കൊടുത്താലും കാണാതെ പഠിച്ച് ഒറ്റ ടേക്കിൽ കറക്റ്റ് ആക്കുന്നവരാ. കാണാതെ പഠിക്കുന്ന അനുഭവമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിക്കും. ടീച്ചർ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. കാണാതെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് ശീലമായിട്ടല്ലേ. ഓക്കെ. ഇപ്പൊ സ്കൂളിൽ കോളേജ് പോകുന്ന സമയത്തെ ഇപ്പൊ വർക്കിംഗ് ആണല്ലോ, അപ്പൊ വീഡിയോസ് കണ്ടിട്ട് ഫാൻസ് കുട്ടികൾ തന്നെ ഉണ്ടോ?
ഫാൻസ് എന്നല്ല, അവരിങ്ങനെ പറയും വന്നിട്ട് ആ വീഡിയോ നല്ലായിരുന്നു, ഇപ്പൊ നന്നായിട്ടില്ലെങ്കിൽ അതും പറയും, മിസ് അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അത് അങ്ങനെ പോയി. വീഡിയോ അല്ല പറയുന്നത്, ക്യാരക്ടറിലെ ആക്ഷൻസ് മാനറിസംസ് ഒക്കെ അങ്ങനെ കറക്റ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഇമോഷൻ ഏതാ ശരിക്കും? സീൻസിൽ അഭിനയിക്കാൻ ഇത് കിട്ടിയാൽ അടിപൊളിയാക്കും അങ്ങനെ തോന്നുന്നു. ദേഷ്യമായിരിക്കും, എനിക്ക് ദേഷ്യം. ഒന്ന് ദേഷ്യപ്പെടും. മാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. കുറച്ച് നേരത്തെ തന്നിട്ട് ബിൽഡപ്പ് എനിക്ക് സ്പോട്ടിൽ തരാൻ ഇവിടെ അങ്ങനെയാണെങ്കിൽ ദേഷ്യം വേണ്ട, അതൊഴിച്ച് ഇഷ്ടമുള്ള ഇമോഷൻ അത് ചെയ്യേണ്ട നോർമലായിട്ട് സംസാരിക്കാം, ഹാപ്പി ആയിട്ട് ചെയ്യിപ്പിക്കില്ല. പറഞ്ഞു എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളത് വില്ലനിസം ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിരിക്കും മേ ബി പെർഫോം ചെയ്യാൻ പറ്റാന്ന്. ഇപ്പൊ കൂടുതൽ ആൾക്കാരോട് ചോദിച്ചാലേ എല്ലാവർക്കും വില്ലൻ ക്യാരക്ടർ, ഗേൾസിനോട് ചോദിച്ചാൽ ഒരു വില്ലത്തിയായിട്ട് അഭിനയിക്കാൻ അടിപൊളിയായിട്ട് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് മേ ബി ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കും. അതിലാണ് പെർഫോം ചെയ്യണെന്നുള്ളൊരു സങ്കടപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ചെയ്താലാണ് അഭിനയിച്ചു എന്ന് പറയുന്ന പോലെ, അഭിനേതാവ് എന്ന് പറയുന്ന പോലെ മേ ബി അതുകൊണ്ടായിരിക്കും പെർഫോം ചെയ്തു ഫീൽ ചെയ്യുക. ഔട്ട് ഓഫ് നമ്മൾ നോർമൽ ലൈഫിൽ അധികം ചൂടാവില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാളെ കൊല്ലാന്നൊക്കെ പറയുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമല്ലേ അത്. പെട്ടെന്ന് പറ്റും തോന്നുന്നു. എന്ത് ഉദ്ദേശിച്ചു ഒരാളെ കൊല്ലണതാ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ലൈക് നമുക്ക് എന്തോ നമ്മൾ ചെയ്തു എന്നുള്ളൊരു ഫീൽ വരാൻ വേണ്ടിട്ട് നമുക്ക് മേ ബി പെട്ടെന്ന് ഒരു അഡ്രിനാലിൻ ഉണ്ടാവില്ല. അപ്പൊ സേവി നമുക്ക് അവരോട് കൊള്ളാതെന്ന് തോന്നുന്നുണ്ടാവായിരിക്കും. മേ ബി അതായിരിക്കും. എനിക്ക് റൊമാൻസ് ചെയ്യാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടണ്ടെന്ന് തോന്നുന്നു. അത് എളുപ്പം തോന്നിയിട്ടുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ജീവിക്കും ഞങ്ങള്. ഞങ്ങളല്ല, ഞാൻ ജീവിക്കും. അയാൾ ജീവിക്കാൻ മരിക്കും, എന്തോ ആയിക്കോട്ടെ, ഞാൻ ജീവിക്കും. കൂടെ ആളുടെ റൊമാൻറ്റിക് എങ്ങനെയുണ്ട്? നമ്മളിപ്പം 100% ഇടുമ്പോ 1% കൂടുതൽ ഇട്ടാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. ശരിക്കും നമ്മള് 2 ഷോട്ട് വരുന്ന ഭയങ്കര കുറവാ. എന്റെ സൈഡ് ആദ്യം ഷൂട്ട് ചെയ്യാ, പിന്നെ പുള്ളിയുടെ സൈഡ് ഷൂട്ട് ചെയ്യാം. ശരിക്കും നമ്മള് കണ്ണു കണ്ട് നോക്കുന്ന സാധനം വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് മറ്റേ സ്ക്രീനിൽ കാണുമ്പോ ഇയാൾ ഇത്ര റൊമാൻറ്റിക് ആയിട്ടാണ് എന്നെ നോക്കിയത്. അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യണേ. ഭാഗ്യം. എനിക്ക് പിന്നെ എല്ലാത്തെയും പ്രണയത്തോടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് എന്താ? ഇനി അവിടെ നിന്ന് തുടങ്ങാം. ദേഷ്യം ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ എനിക്ക് നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ എന്തൊരു ആക്ടിവിറ്റീസ് വരൂലേ, എന്തൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതും കോൺസെൻട്രേറ്റ് ചെയ്യണം, ഡയലോഗും പറയണം, ഒക്കെ കൂടെ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എനിക്ക് മേ ബി സങ്കടം അത്ര ഞാൻ പറയാൻ പറ്റുമായിരുന്നു. സങ്കടം അതുപോലെ മറ്റേ ലെസ്റ്റ് ഒക്കെ അത്ര ചെയ്യാൻ അറിയില്ല. അത് ഇനിയിപ്പോ ഞാൻ എന്ത് പറയും? അതന്നെ പറഞ്ഞു, കോപ്പി പേസ്റ്റ്. പക്ഷെ അങ്ങനത്തെ സീൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യും. പക്ഷെ എന്നാലും കുറച്ച് സങ്കടപ്പെട്ടോണ്ട് സംസാരിക്കാൻ കുഴപ്പമില്ല, പക്ഷെ കരയില്ല, നമ്മള് കണ്ണീര് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഈ മിററൊക്കെ നോക്കിയിട്ട് ആക്ടിങ് പരിശീലനം പരിപാടിയൊക്കെ ഉണ്ടോ? എന്നാലും ഇടയ്ക്കൊക്കെ മേ ബി അതിനേക്കാളും ഉപരി നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കല്ലേ, മേ ബി അത് ഒരു പ്രാക്ടീസ് ആണല്ലോ. വീഡിയോസ് ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് കിട്ടിക്കൊണ്ടിരിക്കല്ലേ. ഇതിപ്പോ നിങ്ങൾ എല്ലാവരും വേറെ വേറെ സ്ഥലല്ലേ? ഇപ്പൊ കൊച്ചിയില് ഷൂട്ടിനായിട്ട് വരുന്നു, അതിനുവേണ്ടി മാത്രമായിട്ട് വരില്ലേ ചെയ്യണേ? കൊച്ചിയിൽ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 6 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. നമുക്ക് കൊച്ചിയിൽ വെച്ച് എടുക്കേണ്ടതിന് കൊച്ചിയിലേക്ക് വരുന്നു. എവിടെ പ്രോപ്പർ ഷൂട്ട്? ഗുരുവായൂരാണ്. ഗുരുവായൂർ. അപ്പൊ നിങ്ങൾ 3 പേരും 3 സ്ഥലങ്ങളില്. വയനാട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈം എങ്ങനെ അതിന് വേണ്ടി എഫേർട്ട് ഇടുന്ന, അല്ലെങ്കിൽ അതെങ്ങനെയാ ശരിക്കും ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയാ? സാറ്റർഡേ സൺഡേ ഞാൻ ഫ്രീ ആവുമ്പോ ചേട്ടൻ പറയും, ചേട്ടൻ അങ്ങനെ പോകും, അങ്ങനെ വരും. എല്ലാരും കറക്റ്റ് ഒരുമിച്ച് പറഞ്ഞത് കുറവാ. ഒരുമിച്ച് വല്ല റിസോർട്ടിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ കോഫി ഷോപ്പിലൊക്കെ ആ ഡേറ്റ് മാത്രം കിട്ടില്ല എന്ന് പറയുമ്പോ അങ്ങനെ ഒരുമിച്ച് പോകും. അല്ലാതെ നിങ്ങളെ കാണുന്നതേ ഭയങ്കര കാണുമ്പോ ഞങ്ങള് വിചാരിക്കും എപ്പോഴും ഒരുമിച്ചായിരിക്കും. അതല്ല എന്റെ വിജയം. ഇല്ല, അങ്ങനെ പ്ലാൻ ഉണ്ട്. ഇപ്പം ഫുൾ ടൈം ഇതിലേക്ക് മാറണം, ഇതിൽ നിന്നൊരു
വരുമാനം കിട്ടി തുടങ്ങുകയാണെങ്കിൽ ഫുൾ ടൈം ജോലിക്ക് വിട്ട് അതോ പാഷൻ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ, അങ്ങനെയാണോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവര് ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടും വേണം. ഇവൾക്ക് ഇത് പാഷനാക്കി വെക്കാനാണ് ഇൻട്രസ്റ്റ്. ഇവൾക്കും അത് തന്നെയാന്ന് തോന്നുന്നു. എനിക്ക് പ്രൊഫഷണൽ ശരിക്കും ഇതൊരു പ്രൊഫഷൻ ആയിട്ട് തന്നെ. അവൾക്ക് കണ്ടന്റ് ഒക്കെ എഴുതാനായിട്ട് അറിയാം. ലൈക്ക് ബാക്കിയുള്ള കുറെ കണ്ടന്റുകൾ ഓൾറെഡി കണ്ടന്റ് റൈറ്റർ ആയിരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പൊ പിന്നെ അത് പ്രൊഫഷൻ ആക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇതാണ് കൂടുതൽ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു എന്താ പറയാ ഒരു സമാധാന സന്തോഷം കിട്ടുന്നത്. അപ്പൊ അവിടെ നിൽക്കണം തോന്നിയിട്ടുണ്ട്. ശരിയാ. ആൻഡ് ഈ പ്രൊഫഷനും പാഷനും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നു? ഇല്ല, നമ്മളിപ്പോ കോളേജിലായതുകൊണ്ട് പബ്ലിക് ഹോളിഡേസ് സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ലീവ് ഒക്കെ എടുക്കും ഇന്നത്തെയൊക്കെ പോലെ അങ്ങനെ വരും. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മടിയുള്ള ആരാ? ഞാൻ പറയാം ഞാനത് അങ്ങോട്ട് നോക്കി. എന്താ എഴുത്തിലാണോ ഷൂട്ടിങ്ങിലാണോ എന്തിലാ മടി? ഇല്ല, ഇപ്പൊ നമ്മൾ ഒന്നെടുത്ത് നമുക്കത് ഓക്കെ ആന്ന് തോന്നും, പക്ഷെ ഡയറക്ടറിന് അത് ഓക്കെ ആയിരിക്കില്ല. അപ്പൊ ആള് വീണ്ടും എടുക്കാന്ന് പറയും. അത് പോരെ, അത് മതി, അത് മതി, അങ്ങനെ ഞാൻ പറയും. എനിക്ക് അങ്ങനെ എടുക്കുമ്പോ മടി വരും. എനിക്ക് മടി എഡിറ്റ് ചെയ്യാനാണ്. ഓ, ഇതിപ്പോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇപ്പം എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്, റൈറ്റിംഗ്, ഡയറക്ഷൻ എല്ലാം. സന്തോഷ് പണ്ഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങുമ്പോഴേ എല്ലാം പഠിച്ചിരിക്കുന്ന നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടോ? എല്ലാം പഠിച്ചിരിക്കണമെന്നില്ല, എഡിറ്റിംഗ് പഠിക്കാൻ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ. നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിഷൻ ഇങ്ങനെ പോലെ. ഇപ്പൊ ഇതന്നെ ഇന്റർവ്യൂ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഈ ഒരു വിഷൻ ഉണ്ടെങ്കിൽ മേ ബി കുറെ ഷോട്ട് ഒഴിവാക്കാൻ തോന്നും. അനാവശ്യമായിട്ട് ചില ഡയലോഗ്സ് ഒക്കെ വൈഡ് പോകേണ്ട ആവശ്യമില്ല, ആ സമയം കളയണ്ടല്ലോ. അത് ക്ലോസ് ആയി പെർട്ടിക്കുലർ ആയിട്ട് ഇന്റൻസിറ്റി കയറുകയാണെങ്കിൽ അത് ക്ലോസിൽ തന്നെ വെച്ച് അത് അവസാനിപ്പിക്കാം. പിന്നെ അതിന്റെ ഒരു വൈഡ് മാസ്റ്റർ എടുക്കണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനത്തെ ഒരു ഉപകാരം മഹേഷ് നാരായണ സാറിനൊക്കെ ആ ഒരു സ്കില്ലുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സിനിമക്ക് വേണ്ടി തയ്യാറെടുപ്പ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. 12 വർഷം കഴിഞ്ഞു. ഇപ്പൊ 3 വർഷം എന്ന് പറയുമ്പോഴേ ഈ ഒരു വലിയൊരു ജേർണി ആണല്ലോ. 12 വർഷം എന്ന് പറയണു. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇടയ്ക്ക് പോവാല്ലോ. ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം പോയി തിരിച്ച്. പിന്നെന്താ പോവാത്ത? ഐ മീൻ എന്തുകൊണ്ടാണ് ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്? മേ ബി അവരൊക്കെ എന്റെ അടുത്തൊരു ഹോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നീ എങ്ങനെ പോയാലും വിടാൻ പോണില്ല എന്നുള്ളത് അവർ ഇപ്പോഴും പറയാറുണ്ട് തോന്നുന്നു. മേ ബി ഞാൻ 12 വർഷം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാസ്റ്റിംഗ് കോളിന് അറ്റൻഡ് ചെയ്തത് 12 വർഷം മുന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ 12 വർഷം ഉണ്ടാവും. ഇതിപ്പം സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പം ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ പല ആൾക്കാരെ ഇപ്പൊ ഡയറക്ടേഴ്സിനാണെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. സിനിമയുടെ കൂടെ തന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു സിനിമേന്റെ ഭാഗമാവാന്ന് കരുതിയിട്ട് ഇപ്പൊ കുറെ പേര് സ്വന്തമായിട്ട് തന്നെ ഇപ്പം കഥ എഴുതി ഡയറക്ട് ചെയ്ത് വെബ് സീരീസ്, ഷോർട്ട് ഫിലിം, ഇപ്പൊ ആ ട്രെൻഡ് മാറിയല്ലോ. അതുകൊണ്ട് സിനിമ എളുപ്പമാവും തോന്നുന്നുണ്ടോ? സിനിമയിൽ എത്താൻ എളുപ്പമാണ്, സിനിമ എളുപ്പമല്ല. സിനിമയിൽ എത്താൻ എളുപ്പമാണ്. സിനിമ വെച്ച് അതായത് അതിന്റെ ടഫ്നെസ് ഉണ്ട്. അത് പഠിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താൽ തന്നെ അത് വിജയിക്കുള്ളൂ. അല്ലാത്ത പക്ഷെ ഈസി ആയിട്ട് ചെയ്യുന്ന സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ റിലീസ് ഉണ്ടല്ലോ, അത് പലരും അറിയുന്നില്ലല്ലോ. അങ്ങനെ പോകാനേ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. എങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സിനിമ സംഭവിക്കുകയാണെങ്കിൽ ആരെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നാ? എനിക്ക് അത് എൻ്റെ മൈൻഡിലുള്ള സ്റ്റോറിയിൽ ഇപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കുറച്ചായിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നസ്ലനും അല്ലെങ്കിൽ സന്ദീപനെയാണ് ബേസിക്കായിട്ട് മൈൻഡിലുള്ള ഒരു കാസ്റ്റ് ചെയ്യണമെന്നാണ്. അത് ഫുൾ സ്റ്റോറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഉള്ള കേട്ടോ, നടക്കാൻ അറിയില്ല, മേ ബി നടക്കട്ടെ. അതെ, ഹോപ്പ്ഫുള്ളി. നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്നത് ആഗ്രഹമുണ്ടോ? ഈ പറഞ്ഞ ആക്ടിങ്, ഇപ്പൊ പലരും ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് സിനിമ അൾട്ടിമേറ്റ് ഡ്രീം അതാണല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെയല്ല, ലൈക് നല്ലൊരു മൂവി വന്നാ ചെയ്യാം, അല്ലാണ്ട് കുറെ എഫേർട്ട് ഇട്ട് അങ്ങനെ ആ ഒരു ഇതല്ല. ഞാൻ പറഞ്ഞില്ലേ, പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകണം. അങ്ങനെ അത്രയും മൂവി ഫോക്കസ്ഡ് അല്ല. ആര്യ? ഞാനും അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് ചെറുപ്പം മുതൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. ഞാൻ ഫസ്റ്റ് മറ്റേ ഡബ് സ്മാഷ് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ട് മ്യൂസിക്കലി വന്നു, അത് കഴിഞ്ഞിട്ട് ടിക്ടോക്ക് വന്നു, അത് കഴിഞ്ഞ് റീൽസ് വന്നു. ഇതിലെല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം കുറെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം കുത്തിപ്പൊന്തി ഇവര് കുത്തിപ്പൊക്കൊന്നും കൊറേയൊക്കെ ഡിലീറ്റ് ചെയ്തു, പരിധിയിൽ ഡിലീറ്റ് ചെയ്തു. ഞാനൊരു ആവേശത്തിന് ഒരുപാട് ചെയ്തു.
അപ്പൊ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുന്നതിൽ ഹാപ്പിയാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൽ സന്തോഷമാണ്. ബോണസ് ആണൊക്കെ. ഇതിപ്പോ പഴയ നിങ്ങൾ ചെയ്ത വീഡിയോസ് നിങ്ങൾ തന്നെ ഇരുന്ന് കാണുമ്പോ ഫീൽ വരാറുണ്ടോ? ഓ ഇഷ്ടം പോലെ. ചിലതൊക്കെ നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ് ഒക്കെ വളരെ മോശമായിട്ടുണ്ട്. അത്ര സെറ്റപ്പ് ഇല്ല നമുക്ക്. അതെ, സ്റ്റുഡിയോ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അതിന്റേതായ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാം അങ്ങനെ തോന്നാം. ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ മറ്റേ കലാതിലകം എല്ലാത്തിലും ആക്റ്റീവ് ആവുന്ന പരിപാടിയൊക്കെയായിരുന്നു. തിലകമാവാൻ പറ്റിയ മാക്സിമം ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡാൻസ്, പാട്ട്, നാടകം ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാത്തിലും അമ്മ കൊണ്ടുപോയി ചേർക്കായിരുന്നു എന്റെ ചെറുപ്പം മുതലേ. അങ്ങനെ അങ്ങനെ സ്റ്റേജ് കയറി ശീലമുണ്ട്. ഓക്കെ, ഒന്നുമില്ല, കല ഉണ്ടായിരുന്നു. സ്പീച്ചിന് പോവായിരുന്നു, ലൈക്ക് നിമിഷ പ്രസംഗത്തിന് പോവായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ പറയരുത്. പിന്നെ ഇല്ല പിന്നെ അടുത്ത ചോദ്യം കിട്ടിയെങ്കിൽ അവിടെ ഞാൻ നോട്ട് ചെയ്തത് പാട്ട് അങ്ങനെയുള്ള സംഘടന മൂന്നുപേരുള്ള സംഘകാരം, ഗ്രൂപ്പ് ഡാൻസ് അങ്ങനെയൊക്കെ. ഓക്കെ, എല്ലാത്തിലും പോവും. ഇഷ്ടം എല്ലാത്തിനും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ. ഓക്കെ. ഓ എന്നെ സംഘഗാനത്തിന് ഫ്രണ്ട് റോ എടുത്ത് ബാക്കിക്ക് തട്ടിയാല ബാസ് കൂടുതലാണ് സൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നു തോന്നുന്നു. എനിക്കിങ്ങനെ പുറത്തേക്ക് അത് കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. പിന്നെ കുറെ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് ഒരു ഡ്രാമയില് എന്റെ അടുത്ത് വന്ന് ക്ലാസ്സിലും ചോദിച്ചു ഡ്രാമയിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കെമിസ്ട്രിയുടെ സംതിങ് ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കൈവക്കാൻ വേണ്ടിട്ട് ഞാൻ 10-15 പ്രാവശ്യം മനസ്സിലിങ്ങനെ പൊക്കണം. ഒരു പിറ്റേ ദിവസം ഒരവസരം കിട്ടിയപ്പോഴാണ് പൊക്കിയത്. ഒരു ദിവസം എടുത്തു എനിക്ക് അന്ന് കൈവക്കാനായിട്ട്. ആ ഡ്രാമയിൽ ഞാൻ മാത്രം ഡയലോഗ് തെറ്റിച്ചു. അങ്ങനെയുള്ള ഒരു എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. അതൊക്കെ പിന്നെ ഇവഞ്ച്വലി മാറിപ്പോയതാന്ന് തോന്നുന്നു എനിക്ക്. എങ്ങനെ അത് മാറ്റിയെടുത്തു? ഇപ്പൊ ഇൻട്രോവേർട്ട് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുറകിലേക്ക് ഒരു വലിവുണ്ടാവുമല്ലോ. കാരണം ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഈ പറഞ്ഞ പേടിയായിരിക്കും എപ്പോഴും. അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയുന്ന കുറെ ഫ്രണ്ട് സർക്കിൾ ആയാലും അവർക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മുന്നോട്ട് വരാൻ പറ്റണില്ല. ശരിക്കും അതെങ്ങനെയാ മാറ്റിയെടുത്തത്? അത് എനിക്ക് തോന്നുന്നു ഒരു വിൽ സ്മിത്ത് പറയുന്ന സംഭവമാണല്ലോ, ഹാപ്പിനെസ് സ്റ്റേ ബിയോണ്ട് ഫിയർ എന്ന് പറയുന്നുണ്ടല്ലോ. അതാണെന്ന് തോന്നുന്നു. ഇപ്പൊ ആംബിവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഇപ്പൊ എന്ത് പെട്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നത് തന്നെ ഏതില്ലാന്ന് എനിക്കറിയില്ല. ഞാൻ തീരെ സംസാരിക്കാത്ത ഒരാള്. അതെ, പുതിയൊരു പേര്. സാഹചര്യം സാഹചര്യത്തിനനുസരിച്ച് സിറ്റുവേഷൻ അതല്ലേ. ഞാനിപ്പോ ഇങ്ങനെ കുറെ നമ്മൾ ചില ക്ലയൻസിന്റെ അടുത്തൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോ നമ്മൾ 10-20 പേരുടെ അടുത്തൊക്കെ ക്രൗഡിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കേണ്ടി വരിക. ഞാൻ ആണെങ്കിൽ ഒരു 10 വർഷം മുന്നേ ഞാനാണെങ്കിൽ ഞാനവിടെ ഒരു ഇപ്പൊ നല്ല മഴയായിരുന്നില്ല. അതെ 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 അങ്ങനെ സംസാരിക്കേണ്ടി വരികയാണ്. അപ്പൊ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുകയെന്നുള്ളതാന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത്. ഈ മാറ്റങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, ആളുകളുടെ മാറ്റങ്ങള്, ഇതിപ്പോ ഒരു റൈറ്റർ എന്ന നിലയിൽ ഒബ്സർവേഷൻ കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കൊരു പോയിന്റ് കിട്ടി നമ്മളത് ബിൽഡ് ചെയ്തു വരുന്നതിനപ്പുറം ഒരു നമ്മൾ ഒബ്സർവേഷൻ എന്നൊരു സാധനം ഉണ്ടാവില്ലേ, മെയിൻ ഇമ്പോർട്ടൻസ്. ഒബ്സർവേഷൻ ഉണ്ട്. എന്റെ ഒബ്സർവേഷൻ എനിക്ക് തോന്നുന്നു, എന്റെ ഒബ്സർവേഷൻ എനിക്ക് പലരുടെയും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാരെയും ഞാൻ നോക്കും. പക്ഷെ ഞാൻ എല്ലാരെയും നോക്കാറില്ല. എനിക്കൊരു പെർട്ടിക്കുലർ എനർജിക്ക് മീത വന്നാൽ മാത്രമേ എന്റെ ശ്രദ്ധയിൽ പെടാറുള്ളൂ. ബേസിക് ആയിട്ട് ഒരു മേ ബി നമ്മൾ പണ്ടി മറ്റേ കിണറ്റിലിടുന്ന ഒരു സാധനല്ലേ, ചില കളിപ്പാട്ടങ്ങൾ ഇടുന്നുണ്ട്, അതുപോലെ എന്റെ ഹുക്കുകൾ മാത്രമേ ഉള്ളൂ എനിക്ക്. ഇതിലേക്ക് വന്ന് കൊളത്തി കഴിഞ്ഞാൽ ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കും. അല്ലാത്ത പക്ഷം ഞാൻ അത് നോർമലായിട്ട് വിട ചെയ്യാറുള്ളൂ. നമ്മുടെ മൈൻഡിൽ ചില സിറ്റുവേഷനിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ട് മാറുമല്ലോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സ്പോഷറുള്ള സാധനങ്ങൾക്കാണ് കുറച്ച് ഫോക്കസ് കൊടുക്കാറുള്ളൂ തോന്നുന്നു. എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളുടെ വീഡിയോസ് ഇപ്പൊ ആളുകൾ ഓരോ തവണ കാണുമ്പോഴും നല്ല വീഡിയോസ് ആ വരുന്നത്. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷ കൂടുതൽ വെക്കുമല്ലോ. അപ്പൊ അത് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറുണ്ട്, നല്ല മികച്ച സാധനം എടുത്ത് കൊടുക്കണം. അത് ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാറില്ല. സത്യം പറയുകയാണെങ്കിൽ വ്യൂ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതാന്ന് തോന്നുന്നു ഇത് ചെയ്യാന്നുള്ളൊരു പ്രോസസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതന്നെ ഒരു വലിയ കാര്യമല്ല. ബാക്കിയുള്ള എല്ലാം ബോണസാണ്. ആളുടെ റെസ്പോൺസ് വ്യൂസ് എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ടൊരു സാധനത്തിനെ, അതെന്തായാലും വീഡിയോ ആയാലും എന്തെങ്കിലും ഒരു ആർട്ട് ആയാലും എന്തൊരു ബിസിനസ് ആയാലും വളരെ ജെന്യൂൻ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനുള്ള കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായത്. അത് ജെന്യൂനിറ്റി മാത്രം മതി. എന്റെ അച്ഛനെ എപ്പോഴും പറയാറുള്ള സംഭവമാണ്, പൈസക്ക് പിന്നാലെ നീ പോയത്, പൈസ വരും അതൊക്കെ ഫൈൻ, പക്ഷെ നീ ചെയ്യാനുള്ളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അത് നിന്റെ ഉള്ളോണ്ട് ചെയ്യുക, ഉള്ളോണ്ട് ചെയ്യാന്നുള്ളതാണ്.
ഇപ്പൊ അച്ഛൻ ഓൾറെഡി അറിയാം സിനിമ എത്ര ടൈം എടുക്കും കാര്യങ്ങൾ, അവിടെ വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ അറിയാം. ഇപ്പം മകൻ അതിലേക്ക് വരുന്ന സമയത്ത് ഈ 12 വർഷം എന്ന് പറയുന്ന ആൾ ആ സമയത്ത് എങ്ങനെയാ, അല്ലെങ്കിൽ ഇപ്പത്തെ സക്സസ് കാണുമ്പോ ഇതൊക്കെ കണ്ടുവരുന്ന ആളുടെ പുള്ളി എന്നെ കൊണ്ട് 17ാമത്തെ വയസ്സ് തൊട്ടിട്ട് പണി ചെയ്തോ നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ജോലി നിന്റേതായിട്ടുള്ള കാറ്ററിങ്ങിനൊക്കെ പോവാണേനൊക്കെ അത് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസി ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേ ബി പണ്ട് തൊട്ടിട്ട്. മേ ബി അതൊരു ഗുണമായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കിപ്പോ. ഞാൻ അന്ന് 18ാമത്തെ വയസ്സ് തൊട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതുവരെ ഞാൻ വർക്ക് ചെയ്യാണ്ടിരുന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഒരു മന്ത്ലി ഉണ്ടാക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത് വളരെ കുറച്ച് കാലഘട്ടത്തിൽ മാത്രമാണ് ജോലി ഇല്ലാണ്ടൊക്കെ ഇരുന്നിട്ടില്ല, എന്തെങ്കിലും ജോലി ചെയ്യും. ചില സമയത്ത് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടൊക്കെ രാവിലെ ഒന്ന് ഷൂട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഭ്രാന്തായിരുന്നു ഈ യൂട്യൂബ് ഒക്കെ ഉള്ള സമയത്തൊക്കെ. അങ്ങനത്തെ ഒരു ഭ്രാന്താണ് സിനിമ. ഈ ഒരു മേക്കിംഗ് ഭയങ്കര ഒരു ഭ്രാന്താണ്. ഇപ്പൊ കൊറേ പേര് പറയില്ലേ സിനിമ വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകെ പോയിട്ട് ഒന്നുമല്ലാതെ വർഷങ്ങൾ പോയി അവരുടെ ജോലി വേണ്ടാന്ന് വെച്ച് ഈ ലൈഫ് തകർന്ന ആളുകളെ നമുക്ക് ചുറ്റും. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ കഥകൾ കേൾക്കാറുണ്ട്. അപ്പോഴും ഈ സിനിമ എവിടെ ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പൊ വീണ്ടും ഇപ്പം പല സാഹചര്യങ്ങൾ കൊണ്ട് വേറെ ജോലികൾ തുടർന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ സിനിമ എന്തുകൊണ്ട് ആളുകൾക്ക് ഇത്ര ഇഷ്ടം? സിനിമ എനിക്ക് തോന്നുന്നു ലൈക്ക് മറ്റുള്ള ആർട്ടിനേക്കാളുപരി കുറച്ച് തിളക്കം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും മേ ബി. ഫെയിം ഉള്ളത് ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഉപരിയുള്ള ഒരു സംതിങ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോ ഫോക്കസ് ചെയ്യുന്നതും എന്റർടൈൻമെന്റും ഇതും കൂടിയല്ലേ. അതുകൊണ്ടായിരിക്കും പല കാലഘട്ടത്തിലും അത് പണ്ട് നാടകമായിരുന്നു. അത് നാടകത്തിനോട് കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ നാടകം കളിക്കാൻ പോവാന്നുള്ള ഒരു സാധനമായിരുന്നു. പിന്നെ മാറിയ സിനിമ ഇനി കുറച്ച് കഴിഞ്ഞാൽ വേറെ സാധനമായിരിക്കും, മേ ബി അതിലേക്ക് മാറുമായിരിക്കും. നിങ്ങളും അപ്ഡേറ്റഡ് ആവാറുണ്ടോ പുതിയ പുതിയ കാര്യങ്ങളില്? അപ്ഡേറ്റഡ് ആവേണ്ടി വരാറുണ്ട്, സംഭവിക്കാറുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് കറക്റ്റ് സമയത്തിന് എത്താ, പഞ്ചൽ എല്ലാത്തിനും പഞ്ചൽ, കറക്റ്റ് സമയത്ത് തുടങ്ങുന്നു, പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. ആ മൂഡ് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ. ലൈക് പങ്ക്ച്വൽ എന്നല്ല, കറക്റ്റ് സമയത്തിന് വീട്ടിൽ പോകണം. വീട്ടിൽ പോകണം. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ലാസ്റ്റ് ഗെയിമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കഥകൾ പറയാനും സംസാരിക്കാനൊക്കെ ഇത്തിരി ഇഷ്ടമുള്ള ആളാണ്. ഇന്റർവ്യൂ ഇടയിൽ മനസ്സിലായി. ഒരു കഥയുടെ നല്ല ഒബ്സർവേഷൻ. ഇത്ര സംസാരിക്കുന്നില്ലേ? ഞാനൊരു കഥയുടെ തുടക്കം പറയാം. അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പൊ കഥ ഇതാണ്. തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ അട്ടപ്പാടി കാടുകളിലേക്ക് ഒരു യാത്ര പോവാണ്. നിങ്ങൾ 3 പേര് കേട്ടോ, കാറിലാണ് പോകുന്നത്. 3 പേരാണ് കാറിലുള്ളത്. യാത്ര തുടർന്നു. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന ഉറപ്പോടു കൂടിയാണ് നിങ്ങൾ യാത്ര തുടരുന്നത്. തുടങ്ങും. അതിന്റെ കഥ കുറച്ച് ഇതേപോലെ പകുതി പറഞ്ഞ് കഥ എൻഡ് ചെയ്യിപ്പിക്കണം. ഒരു കഥ ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ അട്ടപ്പാടി കാട്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയത്. ഫുഡ് അപ്പോൾ നോക്കുമ്പോൾ കാടായതുകൊണ്ട് ഹോട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വിശപ്പിൻ്റെ കാര്യം നേരത്തെ അറിയുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതി തുറന്നു നോക്കിയപ്പോഴാണ് ഇഡ്ഡലി സാമ്പാറും. അങ്ങനെ നമ്മളത് കഴിച്ചു. കഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഒരു പാറ വന്ന് കാർബിക്കൂടെ 3 പേരും ചത്തു. ഞാൻ ബാക്ക് ഡോർ വഴിയായിരുന്നു. ഞാൻ അതിന് മുന്നൊരു കോളിന് രക്ഷപ്പെട്ടു. ബാക്കി പറഞ്ഞോളൂ. ഓക്കെ, ബാക്കി പറഞ്ഞാൽ മതി. നിങ്ങൾ എല്ലാരും പുറത്തിറങ്ങിയ സമയത്ത് കാറില് പാറ വീണ് ബാക്കി പറഞ്ഞോളൂ. കാറില് പാറ വീണ്. അപ്പൊ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലോ അല്ല, നമ്മള് രക്ഷപ്പെട്ടല്ലോ. അപ്പൊ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ലൈക്ക് അതൊരു ട്രെക്കിംഗ് ആക്കാന്ന് വിചാരിച്ചു നമ്മളെല്ലാരും ഒരു വടിയൊക്കെ എടുത്ത് അങ്ങോട്ട് നടന്നു. ഇനി അവിടെ അല്ലേ, ഇനി ആള് വരട്ടെ. ട്രക്കിംഗ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ശബ്ദം, മൃഗത്തിന്റെ ശബ്ദമാണ്. ഒരു ആനിമലാണ്, ഒരു വൈൽഡ് ആനിമലിന്റെ ശബ്ദം. അപ്പൊ നിങ്ങൾ പേടിച്ചിരിക്കുന്നത് ഏത് ആനിമലിന്റെ ശബ്ദമാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പറഞ്ഞാൽ നമ്മളങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സമ്മിക്ക് മറ്റേ കാറൊക്കെ വലിച്ചു വരുന്ന സമ്മിക്ക് കാറിന്റെ സൗണ്ട് ആയിരുന്നത്. അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി അത് ആനിമൽ അല്ല, കുറച്ച് വലിയ ഉപദ്രവകാരി അല്ലാന്ന് മനസ്സിലായപ്പോ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇത്രയൊക്കെ പറഞ്ഞതിന്റെ ശവത്തിന് റീത്ത് വെച്ചിട്ട്
ഓക്കെ എന്നിട്ടെന്താ ബാക്കി പറ ആൾ പറയും ഇയാള് പിന്നെ ഞാൻ കൊല്ലാൻ വേണ്ടി നിൽക്കായിരുന്നു. ഇപ്പൊ മൂട് വരും, എനിക്ക് കൊല്ലാൻ പറ്റും. ഞാൻ അങ്ങനെ നോക്കണ സമയത്ത് അവരെന്റെ ഒരു പാമ്പ് അടിച്ചിട്ട് അവർ ചാവുന്നു. ആരെ അവരോടല്ലേ പറഞ്ഞു, ഞാൻ ഇവിടെ കാറിനോടെ നിക്കില്ലേ, അല്ലല്ല നിങ്ങളിങ്ങനെ വലിഞ്ഞിങ്ങനെ വരിക. കാലിലെന്തോ പരിക്ക് പറ്റി, പരിക്ക് പറ്റി. അപ്പൊ ആ ഫ്രണ്ടില് ശബ്ദമാണ് കേട്ടത്. എന്നെ കളിയാക്കിട്ട് ഇവര് ചിരിക്കുക. അപ്പൊ എന്റെ കാലുമിക്കാൻ നോക്കി, പിന്നെ തിരിച്ചു നോക്കുമ്പോ അവരുടെ കാലും ഒരു പാമ്പ് രണ്ടും ചത്തു. ഈ ചേട്ടൻ കൊല്ലുന്നു. കഴിഞ്ഞു. പക്ഷെ 2 റൗണ്ടായി, 2ാമത്തെ റൗണ്ട്. ഇനി എന്തെങ്കിലും പറഞ്ഞ് എന്റെ ഏൽപ്പിച്ചോന്നൊക്കെ. പക്ഷെ നമ്മള് കണ്ണു തുറന്ന് നോക്കുമ്പോ നമ്മൾ ആക്ച്വലി അത് സ്വപ്നം കാണുന്നത്. എല്ലാരും വീട്ടിലാന്നൊക്കെ. കൊള്ളാം, ഗംഭീരമായി. ഇങ്ങനെ അവസാനം ഓസ്കാർ കിട്ടും. അല്ലെങ്കിൽ ബന്ധമില്ലാത്തൊരു സ്വപ്നത്തിൽ മാത്രല്ലേ കാണുക. സൂപ്പർ ആട്ടോ. മൂന്നാമത്തെ ഇന്റർവ്യൂറായി പറയും. ഞാനിപ്പോ ഇങ്ങനത്തെ ഗെയിം കൊടുക്കുമ്പോഴേ കഥ ബിൽഡ് ചെയ്യാന്നാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആരെല്ലാം ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ആരെയും പുതിയ പുതിയ കഥ ഉണ്ടായിക്കോളും. ഒരു 5-6 ട്വിസ്റ്റ് ഇടുന്നൊക്കെ. സോ ഒരുപാട് സന്തോഷം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ വീഡിയോസ് ഓരോന്ന് കാണുമ്പോൾ ഞങ്ങള് ഭയങ്കര സന്തോഷത്തോടെ കാണണേ. വെറുതെ ഒരു വീഡിയോ അല്ല, ഒരു മെസ്സേജ് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോസ് നമുക്ക് ഇത്രയും അധികം ഇഷ്ടം. ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ആഗ്രഹം പോലെ സിനിമ വരട്ടെ. ഞങ്ങളെ കാത്തിരിക്കുന്നു, നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു. ഒരുപാട് സന്തോഷം കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.